കളിപ്പോക്കിനോ വെറുമൊരു മത്സരത്തിന്റെ ഭാഗമായോ അല്ല വെള്ളാർമല കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഈ ചോദ്യം ഉയർത്തിയത്. ഉള്ളുപൊട്ടിയും വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്ത ആ വേദന കടിച്ചമർത്തി തങ്ങൾക്ക് അർഹതപ്പെട്ട സഹായത്തിനാണ് ഈ രാജ്യം ഞങ്ങളുടേത് കൂടിയല്ലേ എന്നവർ തൊണ്ട പൊട്ടുമാറുറക്കെ മോദി സർക്കാരിനോട് ചോദിച്ചത്. ദുരന്തമുണ്ടായി 6 മാസം കഴിഞ്ഞിട്ടും നയാ പൈസ വയനാടിന് കൊടുക്കാൻ കേന്ദ്രം തയ്യാറായില്ല. മാത്രമല്ല, നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം പോലും ഉണ്ടായില്ല. ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമായി കേരളത്തെ മോദി സർക്കാർ കാണുന്നില്ലെന്നത് തെളിച്ചമുള്ള മനസ്സുള്ളവർ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദുരന്തത്തിനിരയായ പാവം മനുഷ്യരോടും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളോടും വേണ്ടിയിരുന്നോ അവഗണനയുടെ കൊടും ക്രൂരത? കേന്ദ്രത്തിന്റെ സാമ്പത്തിക പിന്തുണയില്ലാതെ ദുരന്തഭൂമിയുടെ പുനരുജ്ജീവനം സാധ്യമല്ലെന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് കേന്ദ്ര ബജറ്റിൽ 2000 കോടിയുടെ സഹായം കേരളം ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടു. ഉരുൾപൊട്ടലിൽ 1555 വീടുകൾ പൂർണ്ണമായി തകർന്നു, വാസയോഗ്യമല്ലാതായി മാറി. തകർന്നത് 3 പാലങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 136 കെട്ടിടങ്ങൾ, 209 കടകൾ, മറ്റ് 100 കെട്ടിടങ്ങൾ, 2 സ്കൂളുകൾ, 124 കിലോമീറ്റർ വൈദ്യുതി ലൈനുകൾ, 1.5 കിലോമീറ്റർ റോഡ്, 2 ട്രാൻസ്ഫോമർ തുടങ്ങിയവയാണ് നശിച്ചത്. ഇതിൻ്റെയൊക്കെ നഷ്ടം എത്രത്തോളം വരുമെന്ന കണക്കുകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയാണ് കേരളം സഹായം ചോദിച്ചത്. ഈ ജില്ലയെ ഒരു പരിഗണനയും നൽകാതെ, ഒരു പരാമർശം പോലും ഇല്ലാതെയാണ് കേന്ദ്ര ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ജില്ലയെ ഈ രീതിയിൽ അവഗണിക്കുന്ന സമീപനം, പ്രധാനമന്ത്രി പോലും നേരിട്ട് വന്ന് കണ്ടിട്ടുള്ള ഈ ദുരന്തം എത്രമേൽ ഹൃദയഭേദകമാണ് എന്ന് പ്രധാനമന്ത്രിക്കറിയാം, ഈ ലോകത്തിന് ആകെ തന്നെ അറിയാം. പക്ഷേ ആ ജനതയെ കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുമില്ല. വലിയ പ്രതിഷേധാർഹമാണ്. ഉരുൾപൊട്ടലുണ്ടായ ഘട്ടം മുതൽ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിലുമടക്കം പിണറായി സർക്കാർ ദുരന്തബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കാഴ്ച ലോകം കണ്ടതാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ എങ്ങനെ സഹായിക്കണമെന്നതിൻ്റെ ഉദാത്ത മാതൃക. എന്നാൽ ഡിസാസ്റ്റർ ടൂറിസ്റ്ററായി വയനാടിനെ വന്നുകണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി 40 ലക്ഷം രൂപ കേരളത്തിന് ബാധ്യതയുണ്ടാക്കി. മറിച്ചൊന്നും സംഭവിച്ചില്ലെന്നത് വസ്തുത. ദുരന്തബാധിതരെ സഹായിക്കാൻ പോയിട്ട് അനാവശ്യമായി ഉണ്ടാക്കിയ ആ ചെലവ് നൽകാൻ പോലും കേന്ദ്രം തയ്യാറായില്ല. വയനാടിന് സഹായം നൽകാത്തതിന് കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടുമാണ് ഈ അനങ്ങാപ്പാറ നയം. കലോത്സവ വേദിയിൽ വെള്ളപ്പൊക്കത്തിലെന്ന നാടകം കളിച്ചപ്പോൾ വെള്ളാർമല കുട്ടികളും ഉണ്ണിമാഷും മാത്രമല്ല കരഞ്ഞത്, കണ്ടുനിന്ന മനുഷ്യരെല്ലാം ഈറനണിഞ്ഞിരുന്നു. എന്നിട്ടും ഈ കുഞ്ഞുമക്കളുടെയും മുണ്ടക്കൈ ചൂരൽമലയിലെ പാവം മനുഷ്യരുടെയും തീരാനോവ് കാണാൻ മോദി സർക്കാരിനായില്ല. തങ്ങൾക്ക് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളെ ദുരന്ത സമയത്തും വല്ലാത്തപ്പോഴും ചേർത്ത് പിടിക്കാൻ ആവേശം കാണിക്കുന്നവരാണ് BJP സർക്കാർ. അത് നല്ലതു തന്നെ. എന്നാൽ ദുരന്തഘട്ടത്തിലെങ്കിലും ആ ചേർത്തുപിടിക്കൽ ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളും അർഹിക്കുന്നുണ്ട്. ദുരന്തത്തിൽ പോലും രാഷ്ട്രീയ നാടകം കളിക്കുന്നവരാണ് തങ്ങളെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ തങ്ങളുടെ ദുരന്ത ജീവിതം തുറന്നുകാട്ടി നാടകം അവതരിപ്പിച്ച കുരുന്നുകൾ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ കൂടി ഇരകളായി തീരേണ്ടവരല്ല. നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. നമ്മൾ ജീവിക്കുക തന്നെ ചെയ്യും. പ്രളയക്കെടുത്ത് കളയാ